വഖഫ് ബോർഡിനെ ഗുരുവായൂർ ദേവസ്വവും അയോധ്യ മന്ദിറുമായി താരതമ്യം ചെയ്ത് കെ.സി. വേണുഗോപാലിനെ പാർലമെന്റിൽ വാരി അലക്കിയിരിക്കുകയാണ് ജെഡിയു നേതാവും മന്ത്രിയുമായ രാജീവ് രഞ്ജൻ സിംഗ്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ വെക്കുന്നതിനെതിരെ സംസാരിച്ച കെ.സി. വേണുഗോപാൽ ഇതിനെ ഗുരുവായൂർ ക്ഷേത്രവും അയോധ്യ രാമക്ഷേത്രവുമായി താരതമ്യം ചെയ്യുകയായിരുന്നു. ക്ഷേത്രവും വഖഫ് ബോർഡും തമ്മിലുള്ള വ്യത്യാസം കെ.സി. വേണുഗോപാലിന് അറിയാഞ്ഞിട്ടല്ല, മസ്ജിദും ക്ഷേത്രവും തമ്മിൽ താരതമ്യം ചെയ്താൽ പിന്നെയും ആലോചിക്കാം രണ്ട് ആരാധനാലയങ്ങൾ ആണെന്ന്. ഇതെല്ലാം അറിയാവുന്ന കെ.സി. വേണുഗോപാൽ വഖഫ് ബോർഡ് നിയമത്തെ ഗുരുവായൂർ അമ്പലവും രാമക്ഷേത്രവും ഒക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നടത്തിയ പണിയായിരുന്നു ഇതെന്നത് വ്യക്തമാണ്. എന്നാൽ ഉരുളയ്ക്കുപ്പേരി പോലെ തന്നെ പാർലമെന്റിൽ നിന്ന് തന്നെ തിരിച്ചടിയും കിട്ടിയിരിക്കുകയാണ്. വഖഫ് ബോർഡ് പോലെ പാർലമെന്റ് സ്ഥാപിച്ചതാണോ ക്ഷേത്രങ്ങൾ? നിയമം മൂലം സ്ഥാപിതമാണോ ക്ഷേത്രങ്ങൾ? ക്ഷേത്രങ്ങളും സ്ഥാപനങ്ങളും തിരിച്ചറിയാതെ വന്നിരിക്കുകയാണ് ഇവർക്ക്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. എങ്ങനെയാണ് വഖഫ് ബോർഡ് രൂപീകരിച്ചത്? ഒരു നിയമത്തിലൂടെയായിരുന്നു അത്. വഖഫ് ബോർഡ് പോലെ പാർലമെന്റ് സ്ഥാപിച്ചതാണോ ക്ഷേത്രങ്ങൾ? നിയമം മൂലം സ്ഥാപിതമാണോ ക്ഷേത്രങ്ങൾ? ക്ഷേത്രങ്ങളും സ്ഥാപനങ്ങളും തിരിച്ചറിയാതെ വന്നിരിക്കുകയാണ് ഇവർക്ക്. സുതാര്യത ഉറപ്പാക്കാൻ നിയമം കൊണ്ടുവരാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ ചേരിതിരിവില്ല, മതങ്ങളുടെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ്. ആരാണ് ആയിരക്കണക്കിന് സിഖുകാരെ കൊന്നത്? ബില്ല് വരണം, സുതാര്യത കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് 1995 വഖഫ് നിയമത്തിൽ ദൂരവ്യാപകമായി മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു. അത്തരം സ്ഥാപനങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെയും അമുസ്ലിങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതുൾപ്പെടെ നടപ്പാക്കണം. ഇനി കെ.സി. വേണുഗോപാൽ പറഞ്ഞത് നോക്കാം. വഖഫ് ബിൽ ഭരണഘടനയ്ക്കെതിരായ അടിസ്ഥാനപരമായ ആക്രമണമാണ്. ഈ ബില്ലിലൂടെ മതസ്വാതന്ത്ര്യം ഹനിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഈ വിഭജന രാഷ്ട്രീയം ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നതാണ് നിലവിലെ ഭേദഗതി. അയോധ്യ രാമക്ഷേത്ര ബോർഡിലോ ഗുരുവായൂർ ദേവസ്വം ബോർഡിലോ അഹിന്ദുക്കളെ ഉൾപ്പെടുത്തുന്നത് ആരെങ്കിലും ചിന്തിക്കുമോ എന്ന് കെ.സി. വേണുഗോപാൽ ചോദിച്ചു. ഒരാളുടെ വിശ്വാസത്തിനും മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശത്തിനും നേരെയുള്ള ആക്രമണമാണ് നടക്കുന്നത്. ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണിത്. ആദ്യം നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിയും, പിന്നീട് ക്രിസ്ത്യാനികൾക്കെതിരെയും ജൈനർക്കെതിരെയും പാർസിക്കെതിരെയും തിരിയും. എന്തായാലും വഖഫ് ബോർഡിനെ അയോധ്യ ട്രസ്റ്റുമായും ഗുരുവായൂർ ട്രസ്റ്റുമായും താരതമ്യപ്പെടുത്തി ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള കെ.സി. വേണുഗോപാലിന്റെ ശ്രമം പാളി. ക്ഷേത്രം ഭരിക്കുന്ന ട്രസ്റ്റും പാർലമെന്റ് നിയമനിർമ്മാണത്തിലൂടെയുള്ള സ്ഥാപനവും ഒന്നുപോലെയാണോ എന്ന് ജെഡിയു മന്ത്രി ലലൻ സിംഗ് തിരിച്ചടിച്ചു. നിയമപ്രകാരം രൂപീകരിക്കുന്ന ബോർഡ് സുതാര്യമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനാണ് ഭേദഗതികളെന്ന് മന്ത്രി വിശദീകരിച്ചു. വഖഫ് ബോർഡ് ഭൂസ്വത്ത് അവകാശം നിർണ്ണയിക്കുന്ന ജുഡീഷ്യൽ സ്വഭാവ സ്ഥാപനമാണ്. മുസ്ലിം മതാചാരമായോ മതനിയമങ്ങളായോ ആരാധനയുമായോ ബോർഡിന് ബന്ധമില്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ശുപാർശ ചെയ്തിരുന്ന പരിഷ്കാരങ്ങളാണ് ബില്ലിലെന്നാണ് നിയമമന്ത്രി കിരൺ റിജ്ജു വ്യക്തമാക്കിയത്. ഇതിനിടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ട് കേന്ദ്ര സർക്കാർ. ബില്ലിൽ സൂക്ഷ്മ പരിശോധന വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. പുതിയ ബില്ല് ആരുടെയും അവകാശങ്ങൾ പിടിച്ചുപറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ലെന്നും നീതി ലഭിക്കാത്തവർക്ക് നീതി ലഭിക്കാനാണ് കേന്ദ്ര സർക്കാർ ബില്ലിലൂടെ ശ്രമിക്കുന്നത് െന്നും കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വഖഫ് ബോർഡിൽ വിവിധ മതസ്ഥർ അംഗങ്ങളാവണമെന്നല്ല ബില്ലിൽ പറയുന്നത്. ഒരു എംപിയും ബോർഡിൽ അംഗമാവണമെന്നാണ് നിർദ്ദേശം. ഒരു എംപി ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയാൽ എന്ത് ചെയ്യാൻ കഴിയും? എംപി ആയതുകൊണ്ട് വഖഫ് ബോർഡിൽ അംഗമാകപ്പെട്ട അദ്ദേഹത്തിന്റെ മതം മാറ്റാൻ കഴിയുമോ എന്നാണ് റിജ്ജു ചോദിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.